നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങിയിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ST ചാനലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം ഏകദേശം 28 ലക്ഷം പേര് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റുള്ള പെൻഷനും ബാങ്കുകളിൽ ത്രൂയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ 24 ലക്ഷം പേര് ഈ പറഞ്ഞതുപോലെ കൈകളിലാണ് പെൻഷൻ വാങ്ങുന്നത്. അതിന് ഇപ്പോഴും പുതിയ സർക്കാർ പുതിയൊരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഴയ രീതിയിൽ തന്നെ തുടരും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനും മറ്റുള്ള സർക്കാരിൻ്റെ വിവിധ പെൻഷനുകളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ DBT സംവിധാനം, അതായത് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത്. അതേ മാതൃകയിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഈ കാര്യങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഫസ്റ്റിൽ നമ്മുടെ ഇപ്പോൾ നിലവിലെ ബാങ്ക് അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വരുന്ന ആളുകൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവരുടെ അക്കൗണ്ടിൽ തന്നെ വന്നുള്ളൂ. അല്ലാതെയുള്ള ആളുകൾ ഇപ്പോൾ നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാതിരുന്ന് ആക്ടിവേറ്റ് ആകാതെ കിടക്കുന്നത് നമ്മൾ ബാങ്കിൽ പോയിട്ട് KYC ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മീഡിയകളിൽ ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത അടിസ്ഥാനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും പറയും ഇത് ചെയ്യണമെന്ന് പറയും, ഇതെങ്ങനെ ചെയ്യാം എന്ന് ആരും പറയുന്നില്ല. അത് പറയണമെങ്കിൽ ഒഫീഷ്യലായിട്ട് നമുക്ക് ചെയ്ത ഒരാൾ തന്നെ വീഡിയോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ പേരിൽ ഒരു അക്കൗണ്ട് എടുക്കുക. അപ്പോൾ ആ അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് K-സ്മാർട്ട് വഴി ഈ അപേക്ഷ നമുക്ക് പെൻഷൻ കറക്ഷനായിട്ട് നമുക്ക് പഞ്ചായത്തുകളിലേക്ക്, ഏതാണോ അവരുടെ പഞ്ചായത്ത്, ആ പഞ്ചായത്തിലേക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ പഞ്ചായത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ആയതിനു ശേഷം നിങ്ങളുടെ പെൻഷൻ ID ഈ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ആവും. തുടർന്ന് നിങ്ങളുടെ പെൻഷൻ യാതൊരു തടസ്സവുമില്ലാതെ ഇപ്പോൾ ഒക്ടോബർ നവംബർ മാസത്തിലേക്കാണ് ഇപ്പോൾ ഇങ്ങനത്തെ സ്കീം പൂർണ്ണമായിട്ടും ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് കാര്യങ്ങളുണ്ടായാലും ഇത് നടപ്പിൽ വരുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 2016 കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞതുപോലെ സഹകരണ ബാങ്കുമായിട്ട് കൈകോർത്തുകൊണ്ട് ഈ മറ്റുള്ള ഇപ്പോൾ കിടപ്പ് രോഗികളും മറ്റുള്ള ആൾക്കാർക്കും എല്ലാം ആശ്വാസമായിട്ട് ഇത് കൈകളിലെത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ നമുക്കറിയാം 25 രൂപ ഇൻസെൻറ്റീവ് മറ്റും ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരുന്നത്. എന്നാൽ ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ പുതിയ സർക്കാർ പൊളിച്ച് മാറ്റി പുതിയ രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളും ഇതിനകത്ത് വരും. ഇപ്പോൾ കിടപ്പ് രോഗികൾ, അപ്പോൾ അങ്ങനെ തീരെ വയ്യാത്ത ആളുകളെ ഇതിന് വേറെ രീതിയിൽ പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ UPA സംവിധാനം, ഡെബിറ്റ് കാർഡ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് അവർക്ക് പണം പിൻവലിക്കുന്നതിന് യാതൊരു തടസ്സവും വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അറിയാം, ഞാൻ രാവിലെ ഒരു പോസ്റ്റ് നമ്മുടെ ST ചാനലിൽ ഇട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളിൽ DigiPay സംവിധാനമുണ്ട്. അപ്പോൾ ഈ പെൻഷൻ ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ ഈ ആധാർ ഹോൾഡർ നേരിട്ട് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെൻഷൻ എടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ വരെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ പെൻഷൻ കിട്ടാതിരിക്കുക എന്നുള്ള ഒരു സംവിധാനം ഒരിക്കലും വരത്തില്ല. കാരണം വെച്ചാൽ എല്ലാ ആളുകൾക്കും, അർഹരായ എല്ലാ പെൻഷൻ ഉടമകൾക്കും അവരുടെ പെൻഷൻ കൃത്യമായിട്ട് കൈകളിലെത്തിക്കുക. അതോടൊപ്പം നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ 200, 300, 500 രൂപയായിട്ട് വരുന്ന വിഹിതം ഇപ്പോൾ മുതലേ ബാങ്ക് അക്കൗണ്ടുകളിലാണ് വന്നു തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ബാക്കിയുള്ള തുകയും ചേർത്ത് നിങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒക്ടോബർ നവംബർ മാസങ്ങളാകുമ്പോഴേക്കും ഈ സംവിധാനം ഇംപ്ലിമെൻ്റ് ആവും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ ST ചാനലിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ആരും തിരക്ക് കൂട്ടാതെ കണ്ട് ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം 24 ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ കയ്യിൽ വാങ്ങുന്നത്. അപ്പോൾ അവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഏതാണോ ബാങ്ക്, ആ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്റർ അല്ലെ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ പെൻഷൻ IDയുമായിട്ട് ലിങ്ക് ചെയ്യാൻ K-സ്മാർട്ടിലൂടെ അപേക്ഷ കൊടുക്കുക. കൊടുത്തതിന് ശേഷം അതിലൊരു സർവീസ് ഡേറ്റ് വരും. ആ സർവീസ് ഡേറ്റിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതുമായിട്ട് ലിങ്ക് ആയോ എന്ന് പഞ്ചായത്തിൽ പോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക.
അപ്പം അതിനുശേഷം നിങ്ങളുടെ പെൻഷൻ കൃത്യമായിട്ട് ഈ അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരേക്കും ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.